കേരളത്തിലെ ആരോഗ്യമേഖല താറുമാറാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കോവൂരിൽ നിന്നാരംഭിച്ച മാർച്ച് മെഡിക്കൽ കോളേജിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പിന്റെ വീഴ്ച കാരണം ജനങ്ങൾ നെട്ടോട്ടമോടുകയാണെന്ന് കെ സുരേന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനം ആരോഗ്യരംഗത്ത് അതിഭീകരമായ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. എവിടേക്ക് പോകണമെന്നറിയാതെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും എന്ത് ചെയ്യണമെന്നറിയാതെ ഓടുകയാണ് കേരളത്തിൽ. അത്ര പരിതാപകരമായ സാഹചര്യമാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് ഇപ്പോൾ നടക്കുന്നത്. ആശുപത്രി ചെന്ന് കിടന്നാൽ എപ്പോഴാണ് കെട്ടിടം ഇടിഞ്ഞ് താഴെ വീഴുക എന്നറിയില്ല. പ്രകാശ് ബാബു സൂചിപ്പിച്ചതുപോലെ ചികിത്സാ പിഴവ്, കൊച്ചുകുട്ടികൾ പോലും എത്ര പേരാ മരിച്ചു വീഴുന്നത്. മാരകമായ പകർച്ചവ്യാധികൾ, ഇപ്പോൾ നിപ്പ വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തുടച്ചു നീക്കുക എന്ന് പറഞ്ഞ പല മാറാവ്യാധികൾ തിരിച്ചു വരിക. ഒരു ആശുപത്രിയിൽ ചെന്നാലും ഒരു കരുതൽ, ഒരു ചികിത്സ രോഗിക്ക് കിട്ടുന്നില്ല. ആവശ്യത്തിന് മരുന്നില്ല, ശസ്ത്രക്രിയാ സൗകര്യങ്ങളില്ല, ഡ്യൂട്ടിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല. നിങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ പോയി കിടന്ന് നോക്കിയാൽ അറിയാം. 400-500 ആളുകൾക്ക് ഒരു നഴ്സാണ്. പലയിടത്തും രോഗികൾ നിലത്ത് കിടക്കുകയാണ്. കൃത്യമായ മരുന്ന് ലഭിക്കുന്നില്ല, ചികിത്സാ സൗകര്യങ്ങളില്ല. സംസ്ഥാനത്ത് 40% സർക്കാർ ഡോക്ടർമാർ ലീവിലാണ്. പുതിയ തസ്തികകളൊന്നും ഇവിടെ നിയമിക്കുന്നില്ല. ആരെയും നഴ്സുമാരില്ല, ആവശ്യത്തിന് ഹെൽത്ത് വർക്കേഴ്സ് ഇല്ല, നാട്ടിലൊന്നും ഹെൽത്ത് ഇൻസ്പെക്ടർമാരില്ല. ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ്, എൻ പി രാധാകൃഷ്ണൻ, നവ്യ ഹരിദാസ്, കെ ഗണേഷ്, ടി വി ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രമ്യ മുരളി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി.